മനുഷ്യനാകണം മനുഷ്യനാകണം. കേരളം വിധി എഴുതി, കനത്ത വിധി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കടക്ക് പുറത്തേക്ക് എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ പിണറായി ഭരണം നിലം പതിച്ചു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. വീട്ടിൽ പോയി ചോദിക്കൂ എന്ന അഹങ്കാരം പിണറായിയെ ഇന്ന് വീട്ടിലിരുത്തിയ ജനവിധിയായി മാറി. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിനു വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ, ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്. നമുക്ക് ആരോഗ്യമൊക്കെ നോക്കണ്ടേ. എന്താണ് ധർമ്മടത്ത് സംഭവിക്കുന്നത് എന്നറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ധർമ്മടത്ത് കിതച്ചു പോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ലെങ്കിലും നീയൊന്നും തന്നെ അർഹിക്കുന്നില്ലടാ. അവസാനം പിണറായി വിജയൻ വിജയിച്ചിരിക്കുന്നു 19,247 വോട്ടുകൾക്ക്. ഒരുമാതിരി നാറിയ വിജയമായിപ്പോയി. കേരളത്തിൽ UDFന്റെ ഒരു തകർപ്പൻ വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? വീട്ടിൽ പോയി ചോദിക്കൂ എന്ന അഹങ്കാരം പിണറായിയെ ഇന്ന് വീട്ടിലിരുത്തിയ ജനവിധിയായി മാറി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. മന്ത്രിമാർ പോലും നിലം തൊടാതെ വീണു. എന്താപ്പത്, ഒരു മയല്ലാത്ത പൊട്ടലാണല്ലോ പൊട്ടുന്നത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. രാമാനുജ തേങ്ങ ഉടക്കടാ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അത് നന്നായി. ಸುಮ್ಮನೆ ಹೋಗಿ ದೂರಣ ಕಂಡ ಸೊಂಡ ಬಂದರೆ ಸುಮ್ಮನೆ ಹೋಗಿ ದೂರಣ ಕಂಡ ಸೊಂಡ ಬಂದರೆ ಸುಮ್ಮನೆ ಹೋಗಿ ದೂರಣ ಹತ್ತಲೆ ಮರಲೆ ತತ್ತಲೆ ಕಟ್ಟಲೆ ಹಲೆ ಹಂಬಲ ಉಯ್ಯಲೆ ಯಡೆ ಮುಟ್ಟಗಲಲ ಬೊಟ್ಟೆ ಕಟ್ಟೆ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ. സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കാം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. സത്യം. പ്രവചനങ്ങൾക്ക് മുകളിലായി ഭൂരിഭാഗം എക്സിറ്റ് പോളുകളിലും പറഞ്ഞതുപോലെ വിജയുടെ ടിവിക്ക് തമിഴ്നാട്ടിലെ നിർണായക ശക്തിയായി മാറി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. കന്നി മത്സരത്തിൽ തന്നെ ടിവിക്ക് അധികാരത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിനൊരു തീരുമാനമായി. ഫ്ലാഷ് ബാക്ക്. ഒരു കാര്യം ഞാൻ BJP-കാരോട് പറയാം. നമ്മളെയാണല്ലോ മച്ചൻ. BJP-യുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഏറ്റക്കൂട്ടിട്ട് കൂട്ടിയേക്കാണ്. ഉറപ്പിക്കാമോ? എന്നാ സോമം മുടിയൊന്നും നീട്ടി വളർത്തും. SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ. ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയ നിയമത്തെ ഞങ്ങൾ മണിച്ചിത്ര താഴിട്ട് തുറന്നിരിക്കുകയാണ് നിയമത്തെ.